Hi all, welcome back to Career Win Updates. +2 പരീക്ഷ റിസൾട്ടുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. അതായത് വിദ്യാർത്ഥികൾക്ക് സേ പരീക്ഷ അതേപോലെ തന്നെ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എങ്ങനെ അപേക്ഷ നൽകുവാൻ സാധിക്കും, ആർക്കൊക്കെ അപേക്ഷ നൽകുവാൻ സാധിക്കും, എത്ര വിഷയങ്ങളിൽ ഇംപ്രൂവ്മെൻറ്റ് എക്സാം എഴുതുവാൻ സാധിക്കും തുടങ്ങിയ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് കൃത്യമായി കണ്ടതിന് ശേഷം മാത്രം വിദ്യാർത്ഥികൾ അപേക്ഷ നൽകുവാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുക. അപ്പോൾ വിശദമായി വിട്ടു പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള കൂടുതൽ വിവരങ്ങൾക്ക് ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തുക. അപ്പോൾ +2 റിസൾട്ട് വന്നതിന് ശേഷം ഒരുപാട് വിദ്യാർത്ഥികൾ പ്രതീക്ഷിച്ച മാർക്കോടുകൂടി തന്നെ വിജയിച്ചിട്ടുണ്ട്. എന്നാൽ ചില വിദ്യാർത്ഥികൾക്ക് ചെറിയ മാർക്ക് കാരണത്താൽ ചില വിഷയങ്ങളിൽ പരാജയപ്പെട്ടവരുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു സമയത്ത് പരീക്ഷ വിജയിച്ച എല്ലാ വിദ്യാർത്ഥികളെയും കരിയർ വിന് വേണ്ടി അഭിനന്ദിക്കുകയാണ്. കൂടാതെ പരീക്ഷയിൽ ചെറിയ മാർക്കിൽ ഫെയിലായിട്ടുള്ള വിദ്യാർത്ഥികൾ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. ഉടൻ തന്നെ വിദ്യാർത്ഥികൾക്ക് ജൂൺ 1 വീക്കോട് തന്നെ സേ പരീക്ഷ അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് എക്സാം നടത്തുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമുക്ക് നോക്കാം. അപ്പോൾ ഓരോ കാര്യങ്ങളും നിങ്ങൾ ഓരോ ഘട്ടത്തിലും ശ്രദ്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഒന്നാമതായിട്ട് ശ്രദ്ധിക്കുക, അതായത് +2 പരീക്ഷയുടെ സേ പരീക്ഷ അതേപോലെ തന്നെ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് അപേക്ഷ നൽകേണ്ടത് വിദ്യാർത്ഥികൾ ഇപ്പോൾ പഠിച്ച സ്കൂളിൽ ഡയറക്റ്റ് നിങ്ങൾ പഠിച്ച സ്കൂളിലെ പ്രിൻസിപ്പൽ സഹിതമാണ് നിങ്ങൾ അപേക്ഷ നൽകേണ്ടത്. അപ്പോൾ ആർക്കൊക്കെയാണ് സേ പരീക്ഷ അതേപോലെ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എത്ര വിഷയത്തിൽ എഴുതുവാൻ സാധിക്കും നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമതായിട്ട് നിലവിൽ ഇപ്പോൾ റിസൾട്ട് വന്ന +2 പരീക്ഷയിൽ ഫെയിലായിട്ട് അതായത് മിനിമം മാർക്ക് D+ ഗ്രേഡ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് ഈ വർഷം തന്നെ, അതായത് വിദ്യാർത്ഥികൾ D+ കിട്ടാതെ ഫെയിലായിട്ടുള്ള വിദ്യാർത്ഥികൾക്കെല്ലാം സേ പരീക്ഷ എഴുതുവാൻ സാധിക്കുന്നതാണ്. ഇനി അതേപോലെ തന്നെ ആർക്കൊക്കെ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതുവാൻ നോക്കാം. അതായത് മിനിമം D+ ഗ്രേഡോ അതിന് മുകളിലോ മാർക്ക് നേടി പാസ്സായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അവരുടെ ടോട്ടൽ മാർക്ക് ലിസ്റ്റിൽ ടോട്ടൽ പെർസെൻറ്റേജ് മെച്ചപ്പെടുത്തുവാൻ വേണ്ടി ഒരു വിഷയത്തിൽ ശ്രദ്ധിക്കുക, ഒരു വിഷയത്തിൽ മാത്രം വിദ്യാർത്ഥികൾക്ക് ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്കും അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ ഒരു വിഷയത്തിൽ മാത്രമാണ് ചെയ്യുവാൻ സാധിക്കൂ. എന്നാൽ D+ കിട്ടാത്ത വിഷയങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് സേ പരീക്ഷ എഴുതുവാനും സാധിക്കുന്നതാണ്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ബയോളജി പരീക്ഷയ്ക്ക് റിസർച്ച് ചെയ്യുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ബോട്ടണി പരീക്ഷയും സുവോളജി പരീക്ഷയും നിർബന്ധമായിട്ടും ഇതിൻ്റെ കൂടെ എഴുതണം. ഈ ഒരു കാര്യം മാത്രം പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി അപേക്ഷ എങ്ങനെയാണ് നൽകേണ്ടതെന്ന് ശ്രദ്ധിക്കുക. അതായത് വിദ്യാർത്ഥികൾ നിലവിൽ ഇപ്പോൾ പഠിച്ച പരീക്ഷ എഴുതിയ സ്കൂളിൽ ഡയറക്റ്റായിട്ട് വിദ്യാർത്ഥികൾ സ്കൂളിൽ ചെന്ന് പ്രിൻസിപ്പൽ സഹിതം നിങ്ങളുടെ സേ പരീക്ഷ അത് സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ ആപ്ലിക്കേഷൻ ഫോം വാങ്ങിയതിന് ശേഷം നിങ്ങൾ സാധാരണ രീതിയിൽ നിങ്ങൾ ഓഫ്ലൈനായിട്ട് നിങ്ങൾ എഴുതി ഫില്ല് ചെയ്ത് നിങ്ങൾ ഈ സ്കൂളിലെ പ്രിൻസിപ്പൽ സൈഡിൽ തന്നെ നിങ്ങൾ അപേക്ഷ കൊടുക്കുക. അതിൻ്റെ കൂടെ നിശ്ചിത ഫീ കൂടി നിങ്ങൾ കൊടുക്കണം. ഫീ കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് നോക്കാം. അതിന് മുന്നോടിയായിട്ട് ശ്രദ്ധിക്കുക, സ്കൂളിൽ നിങ്ങൾ പോയിട്ട് അപേക്ഷ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് 15/5/2024 മെയ് 15-ാം തീയതി വരെ നിങ്ങൾക്ക് സ്കൂളിൽ പോയിട്ട് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കും. ശ്രദ്ധിക്കുക, ഓൺലൈനായിട്ടല്ല, SLC പരീക്ഷയുടെ റിവാലുവേഷൻ ഓൺലൈനായിട്ട് ചെയ്യേണ്ടത്. എന്നാൽ +2 പരീക്ഷയുടെ SLCയുടെ റിവാലുവേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഓൺലൈൻ ആണെങ്കിലും +2യുടെ സേ അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ ഓഫ്ലൈനായിട്ട് നിങ്ങൾ പഠിച്ച സ്കൂളിൽ നിങ്ങൾ വിദ്യാർത്ഥികളെല്ലാവരും ഒന്നായിട്ട് പോയിട്ട് നിങ്ങൾ അപേക്ഷാ ഫോമും പ്രിൻസിപ്പളുടെ അടുത്ത് വാങ്ങുക, അത് ഫില്ല് ചെയ്യുക. ഇനി അതിൽ നിർബന്ധമായിട്ട് നിങ്ങൾ അപേക്ഷാ ഫോമിൻ്റെ കൂടെ നിങ്ങളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ നിങ്ങൾ പേസ്റ്റ് ചെയ്യണം. അതുകൊണ്ട് നിങ്ങൾ അപേക്ഷ ഫില്ല് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ നിർബന്ധമായിട്ട് നിങ്ങളൊരു ഫോട്ടോ നിങ്ങൾ സെറ്റാക്കി വെക്കുക. ആ ഫോട്ടോ നിങ്ങൾ അപേക്ഷയുടെ ആ ഒരു ഫോമിൽ നിശ്ചിത സ്ഥലത്ത് നിങ്ങൾ ആ ഫോട്ടോ നിങ്ങൾ നിർബന്ധമായിട്ടും പേസ്റ്റ് ചെയ്യണം. ശ്രദ്ധിക്കുക, ലാസ്റ്റ് ഡേറ്റ് 15/5/2024 അപ്പോൾ നിങ്ങൾ സ്കൂളിൽ തന്നെ നിശ്ചിത ഫീസ് നിങ്ങൾ അടയ്ക്കണം. അപ്പോൾ എത്രയാണ് ഫീസ് നമ്മൾ നോക്കാം. സേ പരീക്ഷാ ഫീസ്, അതായത് പ്രാക്ടിക്കൽ പരീക്ഷ ഇല്ലാത്ത വിഷയങ്ങൾക്ക് ഒരു വിഷയത്തിന് 150 രൂപയാണ്. ഇനി സേ പരീക്ഷാ ഫീസ് പ്രാക്ടിക്കലുള്ള വിഷയങ്ങൾക്കാണെങ്കിൽ 175 രൂപ ഒരു വിഷയത്തിന്. അപ്പോൾ 2 പരീക്ഷ അതായത് 3 വിഷയത്തിൽ സപ്ലൈ എഴുതുകയാണെങ്കിൽ വിദ്യാർത്ഥി ശ്രദ്ധിക്കുക 150 × 3 ആ നിശ്ചിത ഫീസ് നിങ്ങൾ സ്കൂൾ പ്രിൻസിപ്പൾക്ക് നിങ്ങൾ കൊടുക്കുക, അപേക്ഷാ ഫോമിൻ്റെ കൂടെ കൊടുക്കുക. ഇനി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ അതായത് 500 ആണ്, ഒരു വിഷയത്തിന് 500 രൂപയാണ് ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ. ഇനി ഇതിൻ്റെ കൂടെ നിങ്ങൾ സർട്ടിഫിക്കറ്റ് ഫീസ് കൂടി നിങ്ങൾ അഡീഷണൽ 40 രൂപ കൊടുക്കണം. അപ്പോൾ നിശ്ചിത ഫീസ് നിങ്ങൾ സ്കൂൾ അപേക്ഷ നൽകുമ്പോൾ തന്നെ നിങ്ങൾ എന്താക്കുക, ഫീസും എടുത്ത് നിങ്ങൾ പ്രിൻസിപ്പൾക്ക് നിങ്ങൾ അപേക്ഷ കൊടുക്കുക. അപേക്ഷ എല്ലാ കാര്യവും കൃത്യമാണെന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ്. അതേപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ നൽകിയതിന് ശേഷം പ്രിൻസിപ്പൽ ബാക്കിയുള്ള കാര്യങ്ങൾ സ്കൂളിൽ നിന്ന് ചെയ്യും. അതിനുശേഷം നിങ്ങൾക്ക് ഹാൾ ടിക്കറ്റ് വന്നു കഴിഞ്ഞാൽ പരീക്ഷയുടെ നിശ്ചിത ദിവസം മുമ്പ്, അതായത് 3 ദിവസം മുമ്പ് തന്നെ ഹാൾ ടിക്കറ്റ് നിങ്ങൾക്ക് ഡയറക്റ്റ് സ്കൂൾ നിങ്ങൾ പ്രിൻസിപ്പൽ നിങ്ങളെ വിളിച്ച് നിങ്ങൾക്ക് ഹാൾ ടിക്കറ്റ് നിങ്ങൾക്ക് വിതരണം ചെയ്യുന്നതായിരിക്കും.
ഇത്രയും കാര്യങ്ങളാണ് സേ പരീക്ഷ അതേപോലെ തന്നെ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി അതേപോലെ തന്നെ ഇനി വിദ്യാർത്ഥികൾ മുമ്പിലുള്ളത് കുറച്ച് ദിവസങ്ങൾ മാത്രമാണ്. അതായത് ജൂൺ 12-ാം തീയതി തന്നെ നിങ്ങളുടെ സേ പരീക്ഷ അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സാമിൻ്റെ ടൈം ടേബിൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ തന്നെ വന്നിട്ടുണ്ട്. അതായത് 12/6/2024 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് അതായത് പാർട്ട് സെക്കൻഡ് ലാംഗ്വേജ് അതേപോലെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയാണ് സ്റ്റാർട്ടിങ്ങിലുള്ളത് ഒന്നാമത്തെ ദിവസം. അതേപോലെ തന്നെ കെമിസ്ട്രി, ഹിസ്റ്ററി, ഇസ്ലാമിക് ഹിസ്റ്ററി, അതേപോലെ കൾച്ചർ, ബിസിനസ് സ്റ്റഡീസ്, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഇത്രയും അതായത് ഉച്ചയ്ക്ക് ശേഷം രാവിലെയുമായിട്ട് പരീക്ഷ നടക്കുക. അപ്പോൾ രാവിലത്തെ പരീക്ഷയിൽ സെക്കൻഡ് ലാംഗ്വേജ്, ഇനി ഉച്ചയ്ക്ക് ശേഷത്തെ പരീക്ഷയിൽ കെമിസ്ട്രി, ഹിസ്റ്ററി ഉൾപ്പെടെ ബിസിനസ് സ്റ്റഡീസ് ഉൾപ്പെടെ സബ്ജക്റ്റാണ്. 13-ാം തീയതി ഇംഗ്ലീഷാണ്. അതേപോലെ രാവിലെ ഉച്ചയ്ക്കുമാണ് പരീക്ഷ. അപ്പോൾ ഈ ഒരു ടൈം ടേബിളിൻ്റെ ലിസ്റ്റ് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും താഴെ 7-ാമത്തെ 8-ാമത്തെ പേജിൽ നിങ്ങൾക്ക് അതായത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു PDF ഡയറക്റ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ആ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ 8-ാമത്തെ പേജിൽ നിങ്ങൾക്ക് ഇവിടെ സബ്ജക്റ്റിൻ്റെ അതായത് നിങ്ങളുടെ എക്സാമിൻ്റെ ടൈം ടേബിൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ എന്തായാലും വിദ്യാർത്ഥികളുടെ സേ പരീക്ഷ 19-ാം തീയതിക്ക് തന്നെ അതായത് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും വിഷയത്തിൽ ഫെയിലായിട്ടുള്ള വിദ്യാർത്ഥിയാണെങ്കിൽ തന്നെ യാതൊരു കാരണവശാലും നിങ്ങൾ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങളുടെ ഡിഗ്രി അഡ്മിഷൻ അതേപോലെ തന്നെ ഒരുപാട് വിദ്യാർത്ഥികൾ ഡിഗ്രി അല്ലെങ്കിൽ മറ്റു പാരാമെഡിക്കൽ കോഴ്സുകൾ അല്ലെങ്കിൽ DLED പോലുള്ള ഡിപ്ലോമ കോഴ്സുകൾ ഇങ്ങനെ പല കോഴ്സുകളിലും അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അതുപോലെ നിങ്ങളുടെ ചെറിയ മാർക്കിൽ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന വിദ്യാർത്ഥികളാണെങ്കിലും അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് തന്നെ 19-നുള്ളിൽ തന്നെ പരീക്ഷ കഴിയുന്നതുകൊണ്ട് ഉടൻ തന്നെ ഈ ജൂൺ മാസം ലാസ്റ്റ് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കൂടി വരുന്ന രീതിയിലായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഡിഗ്രി അഡ്മിഷനും അതിൽ മറ്റേത് കോഴ്സിൽ അഡ്മിഷനും നിങ്ങൾക്ക് ബാധിക്കുന്നതല്ല. കാരണം അതിനുള്ളിൽ തന്നെ റിസൾട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിലവിൽ ഫെയിലായിട്ടുള്ളവരോ അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞവരോ യാതൊരു കാരണവശാലും നിരാശപ്പെടേണ്ട. ഈ ഉള്ള ദിവസങ്ങളിൽ കൃത്യമായിട്ട് ഏത് വിഷയത്തിനാണ് നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞിട്ടുള്ളത് ആ വിഷയം നന്നായിട്ട് നിങ്ങൾ പഠിച്ച് പ്രിപ്പയർ ചെയ്ത് പരീക്ഷ എഴുതിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല മാർക്കോടെ വിജയിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും വിദ്യാർത്ഥികൾക്ക് തുടർന്ന് അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് എല്ലാ അപ്ഡേറ്റുകളും പരമാവധി നിങ്ങൾ ഈ ചാനൽ അറിയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും മറക്കാതെ ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഇത്തരത്തിൽ വീഡിയോകൾ ഷെയർ ചെയ്യുവാനും കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും തൽക്കാലം വിടാം. ഇറ്റ്സ് മീ സവാദരശ്ശേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.